വെറുതെ തുടങ്ങിയൊരു ചാനൽ ആൻഡ് അതിലെല്ലാ ദിവസവും വീഡിയോ ഇടാൻ വേണ്ടി മാക്സിമം കഷ്ടപ്പെട്ട് മൈൻഡിൽ എപ്പോഴും എന്ത് വീഡിയോ ഇടും, എങ്ങനെ വീഡിയോ ഇടും എന്നൊക്കെയുള്ള ഓരോ ഡൗട്ട്സ്, അതുപോലെ ഒരു ജോലി പോലെ ശരിക്കും എല്ലാ ദിവസവും ഭയങ്കര ഇൻട്രസ്റ്റോടെ കഷ്ടപ്പെട്ട് സഹിച്ചൊക്കെ വീഡിയോ ഇടുന്നു. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, ഞാനങ്ങനെ വലിയ യൂട്യൂബറൊന്നും ആയിട്ടില്ല, ഒരു 200 സബ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാലും ഉള്ളതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം എവിടെയോ നിന്ന് ഞാൻ ഇപ്പോൾ ഇത്രയെങ്കിലും ആയല്ലോ എന്നൊരു സന്തോഷം. സോ ഇനി നമ്മൾ കറക്റ്റായിട്ട് തന്നെ വീഡിയോ ചെയ്ത് എങ്ങനെ എപ്പോഴെങ്കിലും ഒരു പച്ച പിടിച്ച് വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും എനിക്കറിയാം. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അവർ സീരീസ്. ആദ്യം കുറച്ച് ഇമോഷണൽ ആയിപ്പോയി ഗൈസ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ആൻഡ് നിങ്ങൾക്കത് കേട്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നി കാണും. ആൻഡ് അതൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്മെൽറ്റിക് റൂമാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു സ്മെൽറ്റിംഗ് റൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കോപ്പിൾ സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കളക്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള കോപ്പിൾ സ്റ്റോൺ എടുത്തിട്ടാണ് ഇത് ഞാൻ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കോപ്പിൾ സ്റ്റോൺ എടുത്തതിന് ശേഷം ഏകദേശം ഇതേപോലെയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു 3 ബ്ലോക്ക് ഹൈയിൽ ഇതേപോലെ ഒരു വാൾ അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കുവാണ്. നിങ്ങൾ ഈ ഒരു ബിൽഡ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് ഗൈസ് പറയേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ ബിൽഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ഈ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ ഒരു സംഭവമാണ് ചെയ്യുന്നത്. നമ്മുടെ മറ്റേ മേൽക്കൂര ചെയ്യുന്ന സമയത്ത് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്തത്. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പണ്ടത്തേക്കാളൊക്കെ ഒരുപാട് മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് സ്കില്ലൊക്കെ ബെറ്റർ ആയി തന്നെ പറയാം. ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഞാൻ മാക്സിമം ബിൽഡൊക്കെ പണിയുന്നത്. പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ പണിയുമ്പോഴായാലും കുറേ ഐഡിയാസൊക്കെ എൻ്റെ മൈൻഡിൽ സ്റ്റോർ ആവുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബിൽഡ് ചെയ്തത്. അപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ കുറേയൊക്കെ ചേഞ്ച് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പണ്ടൊക്കെ ഞാൻ 2 ഡേർട്ട് എടുത്ത് കട്ട പോലെ പണിഞ്ഞ് പൂവൊക്കെ നട്ടു വെച്ച് കഥവും വെച്ച് വലിയ വീടാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ കുറേ അധികം ഡിഫറെൻ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് നമ്മൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് വാളൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുൾ കോബിൾ സ്റ്റോൺ ആണ് വെച്ചത്. കോബിൾ സ്റ്റോൺ മാത്രം വെക്കാൻ പറ്റത്തില്ലല്ലോ, കുറച്ച് ഡീറ്റെയിലിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇടയ്ക്ക് കുറച്ച് റാൻഡം ആയിട്ടുള്ള ബ്ലോക്സ് ഒക്കെ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ചധികം മറ്റേ ഒരു ഡേർട്ടല്ല ഒരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്ക് കുറേ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് മറ്റേ മറന്നുപോയി ഗൈസ്, എല്ലാം മറന്നു പോവാണ്. ഇതിൻ്റെയൊക്കെ ഓരോ പേര് ഓർത്ത് വെക്കാൻ തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ അതേപോലെ കുറേ ബ്ലോക്ക് റാൻഡമായിട്ട് കുഴിച്ചെടുത്തു. ഇവിടെ ഗ്രാവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മറന്നുപോയ ബ്ലോക്കിൻ്റെ പേര് ഗ്രാവൽ എന്നാണ്. അപ്പോൾ ഈ ഗ്രാവൽ എടുത്തതിന് ശേഷം ഇതേപോലെ റാൻഡമായിട്ട് ആ ബ്ലോക്ക് കുഴിച്ചെടുത്തതിനകത്തേക്ക് വെച്ച് കൊടുക്കുവാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല വേറൊരു ലുക്ക് അല്ലെങ്കിൽ ഡീറ്റെയിൽ ചെയ്ത ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി നമ്മൾ ഈ റൂഫിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്ലോക്ക് നമ്മൾ പണ്ട് നേരത്തെ ഒരു ബിൽഡ് ചെയ്തതിന് ബാക്കിയായിട്ടുള്ള ബ്ലോക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ബ്ലോക്ക് എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ റൂഫ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ റൂഫൊക്കെ സെറ്റായി. ഇനി നമ്മൾ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഇതിൻ്റെ മുകളിലൊരു ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കുമ്പോൾ ഇതേപോലൊരു ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിതാ അത്രയും കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ കുറേ സോംബി കാര്യങ്ങളൊക്കെ സ്പോണായിട്ടുണ്ട്. ഇവിടെ ഞാൻ മോബ് ഫാം അല്ല ഗൈസ് പണിയുന്നത്, അതിന് നമുക്ക് വെട്ടത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതാരാ ഈ ഫ്രണ്ടിൽ ഈ ബ്ലോക്ക് കൊണ്ടുവച്ചേ? അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോയി കുറേ ലാൻഡർ എടുത്തുകൊണ്ട് വന്ന് അതങ്ങ് നമ്മുടെ ആ നമ്മൾ പണിഞ്ഞ റൂമങ്ങ് കത്തിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ മോബ് ഫാമും പോലെ നമുക്ക്
ആയിപ്പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്ത് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ലാൻഡൺ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ദെൻ നമ്മൾ നേരെ ഇതിനകത്ത് കൊണ്ട് വെക്കണം. ഇതിനകത്ത് ആരും ഇല്ലെന്ന് തോന്നുന്നു, ആരും സ്പോണായി കാണത്തില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് പെയ്യാനകത്തോട്ട് കയറിയിട്ട് 2 സൈഡ് നോക്കാം. ആരും കാണത്തില്ല എന്ന് പ്രതീക്ഷിച്ച് കയറി നോക്കുമ്പോൾ ആരുമില്ല. ഓക്കെ, അപ്പോൾ ഇതേപോലെ ചെയ്ത് നമുക്ക് നമ്മുടെ ഫർണസ് വെക്കാനുള്ള ടൈമാണ്. ഇതേപോലെ നമ്മൾ ഈ 2 സൈഡിലും വെക്കണം. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി വീഡിയോ എടുത്തത്, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടൊരു സൈൻ ബോർഡ് വെച്ചതിന് ശേഷം ഇതിനകത്ത് സ്മെൽറ്റിംഗ് എന്നെഴുതി, സ്മെൽറ്റിംഗ് വേണോ സ്മെൽറ്റ് എന്ന് വേണോ, നമുക്ക് സ്മെൽറ്റിംഗ് റൂം എന്ന് എഴുതാം. അപ്പോൾ ഞാൻ സ്മെൽറ്റിംഗ് റൂം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം അവിടെ എഴുതി കൊടുത്തു. നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ, എന്നാലും നമ്മൾ അങ്ങനെയൊക്കെ എഴുതി കൊടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ സ്മെൽറ്റിംഗ് റൂമിൻ്റെ മണ്ടയിലായിട്ട്, ഇത് റൂം അല്ല ഒരു വീട് പോലെയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മണ്ടയിലായിട്ട് മറ്റൊരു പുക പോകുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനം സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു 4ത്തെ ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിച്ച് മാറ്റാം. ഇനി കോബിൾ സ്റ്റോൺ എടുത്തതിന് ശേഷം ഈ 4 സൈഡിലും ചുറ്റിച്ച് നമുക്ക് ആ ഒരു കുഴൽ പോലത്തെ ഒരു സാധനമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ റാൻഡമായിട്ട് വെച്ച് കൊടുക്കണം. എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല, സോ അതുകൊണ്ട് ഞാൻ വെറുതെ ഇതിനങ്ങ് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ക്യാമ്പ് ഫയർ വെക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ബിൽഡ് ഇങ്ങനെയാണ് ഉള്ളത്. നമ്മൾ ഏകദേശമൊക്കെ സെറ്റാക്കി. ഇപ്പോൾ സ്മെൽറ്റിംഗ് റൂം എന്ന് എഴുതി ഇവിടെ ഫുള്ള് ഫർണസ് സെറ്റാക്കി വെച്ച് കൊടുത്തു. ദെൻ 2 സൈഡിലും വെച്ചു. ദെൻ ഇതിനകത്തൊരു ചെസ്റ്റ് വെച്ചതിന് ശേഷം അതിനകത്ത് നമ്മുടെ കോളാണ് നിറച്ചേക്കുന്നത്. നിറച്ചിട്ടില്ല, 2 വെച്ചിട്ടുള്ളൂ, നമുക്കിനി നിറയ്ക്കാം. പിന്നെ ഇവിടെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് കൊടുത്തു. അതുപോലെ 2 സൈഡിലായിട്ട് നമ്മളൊരു മഞ്ഞപ്പൂ വെച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്മെൽറ്റിംഗ് റൂമിൻ്റെ ഫുള്ളായിട്ടൊരു ബിൽഡെന്ന് പറയുന്നത്. ആ മേളിൽ കൂടെ പുക പോകുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ത്രില്ലാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഫർണസ് ഇരിക്കുന്നത് കണ്ടിട്ട് എന്തോ ഒരു വിഷമം തോന്നിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റൂം ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത്. ഇത് ഓട്ടോമാറ്റിക് കാര്യങ്ങളൊന്നുമല്ല, എന്നിരുന്നാലും ഞാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു സ്ക്രീൻഷോട്ട് നമ്മുടെ തമ്പനെയിലിന് വേണ്ടിയിട്ട് നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെക്കും ബൈ.